എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. ചേട്ടാ, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ BBA കഴിഞ്ഞതാ. ഇപ്പോൾ UK-യിൽ കെയറായിട്ട് ജോലി ചെയ്യുന്നു. 1 വർഷമായി. MSc നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് UK-യിൽ. അതിന് പറ്റുമോ? അപ്പം നമ്മൾ പലപ്പോഴും ഈ MSc പ്രീ രജിസ്ട്രേഷൻ പ്രോഗ്രാമിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലാൻഡിൽ, അല്ലെങ്കിൽ UK, അങ്ങനെ പല കൺട്രീസിലും ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് നഴ്സിംഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിലും ഈ പ്രോഗ്രാമുകൾ പഠിച്ച് നിങ്ങൾക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതായത് ഈ MSc ലെവലിലാണെങ്കിലും നിങ്ങളെ BSc നഴ്സിംഗിൽ പഠിക്കുന്ന സെയിം സ്റ്റഫാണ് പഠിപ്പിക്കുന്നത്. റിക്വയർഡ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ബോഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള പ്ലേസ്മെൻറ്റ് അവേഴ്സും ഈ ഒരു കോഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓസ്ട്രേലിയയിലുണ്ട്, UK-യിലുണ്ട്, ഈവൻ ന്യൂസിലാൻഡിലൊക്കെ ഉണ്ട്. അപ്പം UK-യിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി ഈ ഒരു MSc നഴ്സിംഗ് പ്രോഗ്രാമിലേക്ക് എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് മാൻഡേറ്ററി ആണ്. അറ്റ്ലീസ്റ്റ് +2-ലെങ്കിലും മാത്തമാറ്റിക്സ് വേണം, സയൻസ് അല്ലെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. മാത്രമല്ല ഡിഗ്രി ലെവലിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് ഈ പ്രോഗ്രാമിലേക്ക് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം മിക്ക യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റിൽ ഒരു ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം എന്നേ കൊടുത്തിരിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ മോസ്റ്റ്ലി അവരുടെ ഒരു ഇൻറ്റേർണൽ പോളിസി അനുസരിച്ച് മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിന് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഡിഗ്രീസ് വേണം. അതല്ല, നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇയാളുടെ കേസിൽ BBA ആണ് പഠിച്ചതെങ്കിലും കെയറായിട്ട് UK-യിൽ ഒരു കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ കൺസിഡർ ചെയ്യുന്നത് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ +2-ലുള്ള സയൻസ് കോമ്പണൻസ് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ +2 കൊമേഴ്സും അതിനുശേഷം ഡിഗ്രിയും കൊമേഴ്സിൽ കഴിഞ്ഞ ഒരാൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് തീരെ പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഇപ്പം +2-ൽ സയൻസ് ആണ്, BBA ആണ് ഡിഗ്രി. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ എൻ്റർ ചെയ്യാൻ ഒരു 1 ഇയർ കെയർ UK-യിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾ ഇതിലേക്കുള്ള കോഴ്സിൻ്റെ എൻട്രി റിക്വയർമെൻ്റ് ആയിട്ടുള്ള IELTS കൂടെ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ ഏതോ ഒരു യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ MMU മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റേഴ്സ് ഇൻ അഡൽട്ട് നഴ്സിംഗിൻ്റെ ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസിന് IELTS അക്കാഡമിക് ഓവറോൾ സ്കോർ ഓഫ് 6.5 അതിൻ്റെ കൂടെ ഇൻഡിവിജ്വൽ സ്കോർ 6.5 എല്ലാ കോമ്പണൻറ്റിലും 6.5 വേണം എന്നുള്ളതാണ് അതിനകത്തൊരു റിക്വയർമെൻറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഓരോ ആപ്ലിക്കേഷനും ഇൻഡിവിജ്വലി അസസ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ +2, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ റിക്വയർമെൻറ്റും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ തരണോ എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് ആ ഒരു 1 ഇയർ കെയർ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾക്ക് സയൻസ് +2 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് അഡ്മിഷൻ കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കുറച്ച് ഹൈ ഡിമാൻഡ്, കാരണം ഇത് പ്രൊഫഷണൽ പ്രോഗ്രാമാണോ, 2 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചും കൂടെ ഇപ്പം പ്രൊഫഷണൽ അല്ലാത്ത വളരെ ജനറിക് ആയിട്ടുള്ള പ്രോഗ്രാം പോലെയല്ല, ഇതിലേക്കൊക്കെ എൻട്രി അവർ കുറച്ചും കൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് നല്ല ആപ്ലിക്കൻസിനെ അല്ലെങ്കിൽ ജെനുവിനായിട്ട് ഇത് പഠിക്കണം എന്ന് താല്പര്യമുള്ള, മാത്രമല്ല ഇതിനകത്തൊരു ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകളെ അവർ ചൂസ് ചെയ്യുള്ളൂ. സോ ബേസിക്കലി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇട്ട് നോക്കാം. കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഈ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും ലാംഗ്വേജ് ടെസ്റ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡിഗ്രിയും നിങ്ങളുടെ +2 ഒന്നും മാറ്റാൻ പറ്റില്ല. +2 സയൻസ് അല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് അല്ലെങ്കിൽ ID ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. താങ്ക് യു.